Welcome back to Bosco Campus Vision. This is the 19th lecture of Computer Application for Publications topic Running a Slideshow. In this lecture, we have to discuss what is rehearsing slideshow or setting slide intervals. You can perform a rehearsal of your presentation using the rehearsing feature. During the rehearsal, you can understand the time that you need to explain each slide and the total time required for the completion of the presentation. Moreover, you can set the timing of each slide to advance automatically so that the next slide appears immediately after completing the explanation of the earlier slide. In other words, you can set slide intervals. In order to rehearse a slideshow, perform the following steps. First one, opening the required presentation. Second step, click the slideshow on the ribbon. റിബൺ ടാബിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുക. തേർഡ് വൺ, ക്ലിക്ക് ദ റിഹേഴ്സ് ടൈമിംഗ് ബട്ടൺസ് ഇൻ ദ സെറ്റപ്പ് ഗ്രൂപ്പ്. സെറ്റപ്പ് ഗ്രൂപ്പിൽ റിഹേഴ്സ് ടൈമിങ്സ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. The slideshow starts automatically and the rehearsal toolbar opens. The rehearsal toolbar has two timers. The time displayed on the left side shows the timing for individual slides and the time at the right side shows the time for all the slides you rehearsed. അതായത് റിഹേഴ്സൽ ടൂൾ ബാറിൻ്റെ അകത്ത് രണ്ട് ടൈമേഴ്സ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ദ ടൈം ഡിസ്പ്ലേഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഷോസ്, അതായത് ആ ലെഫ്റ്റ് സൈഡിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്ലൈഡ്സിൻ്റെ ടൈം ആയിരിക്കും അവിടെ കാണിക്കുന്നത്. എന്നാൽ റൈറ്റ് സൈഡിൽ ഷോ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ടോട്ടൽ സ്ലൈഡ്സിൻ്റെ ടൈം ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഇൻഡിവിജ്വൽ സ്ലൈഡ്സിൻ്റെയും റൈറ്റ് സൈഡിലാണെങ്കിൽ എന്തായിരുന്നു, ഓൾ ദി സ്ലൈഡ്സ്, എല്ലാ സ്ലൈഡ്സിൻ്റെ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. Then after explaining the first slide, click the next button to display the next slide. Repeat the same procedure for all the slides in the presentation. On the completion of rehearsal for all the slides in the presentation, a message box appears asking you whether to save the slide timings. അതായത് ഓരോ സ്ലൈഡിലും നമ്മൾ എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ ടൈം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു മെസ്സേജ് വരും, എന്തായിരുന്നു നമ്മുടെ സേവ് ചെയ്യണോ വേണ്ട എന്നുള്ള ഒരു മെസ്സേജ് ബോക്സ് നമുക്ക് ഡിസ്പ്ലേ ആയി കാണിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ക്ലിക്ക് ദ എസ് ബട്ടൺ, ദ ടൈമിങ്സ് ആർ സേവ്ഡ്. എസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിങ്സ് എല്ലാം എന്ത് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. താഴെ ആ ഇമേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ലൈഡ് ഷോയ്ക്കകത്ത് നമുക്ക് ടൈമിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, അവിടെ കാണിക്കാൻ പറ്റും, കാണും. റിഹേഴ്സ് ടൈമിംഗ് എന്നുള്ള ഓപ്ഷൻ അതിൽ ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഹൗ ക്യാൻ വി റണ്ണിങ് എ സ്ലൈഡ് ഷോ. വെൻ ദ പ്രസൻറ്റേഷൻ ഈസ് റെഡി, you can play the slideshow either from a selected slide in the presentation. In order to run a slideshow from the first slide onwards, perform the following steps. First step is open the required presentation. എല്ലാത്തിനകത്തും നമുക്ക് ഏത് പ്രസൻറ്റേഷനിലാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ പ്രസൻറ്റേഷൻ ആയിരിക്കണം നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത്. ദെൻ ക്ലിക്ക് ദ സ്ലൈഡ് ഷോ ഓൺ ദ റിബൺ ടാബിൻ്റെ അകത്ത് സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് click the from beginning button in the start slideshow group. The slideshow starts. അതായത് സ്ലൈഡ് ഷോ റൺ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ്. നമുക്ക് ചെയ്യേണ്ട പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുക, റിബൺ ടാബിൻ്റെ അകത്ത് നിന്ന് സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് നിന്നും എന്താണ്, സ്റ്റാർട്ട് സ്ലൈഡ് ഷോ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നും ഫ്രം ബിഗിനിങ് ബട്ടൺ സെലക്ട് ചെയ്യുക. അപ്പം സ്ലൈഡ് ഷോ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് ആവുന്നു. ദെൻ ഇൻ ഓർഡർ ടു റൺ എ സ്ലൈഡ് ഷോ ഫ്രം എ സെലക്റ്റഡ് സ്ലൈഡ് ഇൻ ദ പ്രസൻറ്റേഷൻ, പെർഫോം ദ ഫോളോയിങ് സ്റ്റെപ്സ്. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പം നേരത്തെ ചെയ്തത് ബിഗിനിങ് തൊട്ടുള്ള സ്ലൈഡിൻ്റെ സ്ലൈഡ് ഷോ ആണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എവിടെയെങ്കിലും സെലക്റ്റഡ് സ്ലൈഡ് തൊട്ട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന സ്റ്റെപ്സാണ് ഈ പറയുന്നത്. ഓപ്പൺ ദ റിക്വയർഡ് പ്രസൻറ്റേഷൻ, ദെൻ ക്ലിക്ക് ഓൺ എനി സ്ലൈഡ് ഓൺ ദ ലെഫ്റ്റ് പാൻ. ലെഫ്റ്റ് സൈഡിൽ നിന്നും ഏത് സ്ലൈഡാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ സ്ലൈഡ് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ദ സ്ലൈഡ് ഷോ ടാബ് ഓൺ ദ റിബൺ. റിബണിൽ നിന്ന് സ്ലൈഡ് ഷോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ദ ഫ്രം കറൻറ്റ് സ്ലൈഡ് ബട്ടൺ ഇൻ ദ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ ഗ്രൂപ്പ്. അതായത് നമ്മൾ മുമ്പേ ചെയ്തത് ഫ്രം ബിഗിനിങ്ങിൽ നിന്നായിരുന്നു. ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് എന്താണ്? ഫ്രം കറൻറ്റ് സ്ലൈഡ്. അതായത് നമ്മൾ ഏത് സ്ലൈഡിലാണോ നിൽക്കുന്നത് ആ സ്ലൈഡ് തൊട്ടുള്ള സ്ലൈഡ് ഷോ ആണ് നമുക്ക് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ദ സ്ലൈഡ് ഷോ സ്റ്റാർട്ട്സ് വിത്ത് ദ ആക്റ്റീവ് സ്ലൈഡ്. ആ ആക്റ്റീവായി കിടക്കുന്ന, അതായത് നമ്മൾ ഏതാണോ സെലക്ട് ചെയ്തിട്ടേക്കുന്നത് ആ സ്ലൈഡിൽ നിന്ന് സ്ലൈഡ് ഷോ എന്ത് ചെയ്യുന്നു? റൺ ആവുന്നു. അപ്പം എന്തായിരുന്നു? ഓപ്പൺ ദ റിക്വയർഡ് പ്രസൻറ്റേഷൻ, ദെൻ ക്ലിക്ക് ഓൺ എനി സ്ലൈഡ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ്, ക്ലിക്ക് ദ സ്ലൈഡ് ഷോ ടാബ് ഓൺ ദ റിബൺ, current slide button in the start slideshow group. The slideshow starts with the ഇത് നോക്കിയാൽ സ്റ്റാർട്ട് സ്ലൈഡ് ഷോയ്ക്കകത്ത് ഉള്ളതാണ്. ഫ്രം ബിഗിനിങ് ഉണ്ട്, ഫ്രം കറൻറ്റ് സ്ലൈഡ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് സ്ലൈഡ് ഷോ ഉണ്ട്, കസ്റ്റം സ്ലൈഡ് ഷോ ഉണ്ട്. ഇനി എന്താണ് ഫ്രം ബിഗിനിങ് എന്ന് പറഞ്ഞാൽ? സ്റ്റാർട്ട്സ് സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിങ്. അതായത് സ്ലൈഡ് ഷോ എവിടെ തൊട്ടായിരുന്നു? ആദ്യം തൊട്ടുള്ള സ്ലൈഡ് തൊട്ട് സ്ലൈഡ് ഷോ തുടങ്ങും. ഫ്രം കറൻറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്സ് സ്ലൈഡ് ഷോ ഫ്രം ദ കറൻറ്റ് സ്ലൈഡ്. ഏത് സ്ലൈഡിലാണോ ഏത് സ്ലൈഡാണോ ആക്റ്റീവായി കിടക്കുന്നത് ആ സ്ലൈഡ് തൊട്ട് സ്ലൈഡ് ഷോ ആക്റ്റീവ് ആവും. ദെൻ ബ്രോഡ്കാസ്റ്റ് സ്ലൈഡ് ഷോ അലൗസ് യൂസേഴ്സ് ടു ബ്രോഡ്കാസ്റ്റ് ദ സ്ലൈഡ് ഷോ യൂസിങ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ബ്രോഡ്കാസ്റ്റ് സർവീസ്. അതായത് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് ബ്രോഡ്കാസ്റ്റ് സർവീസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡ് ഷോ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Next one is custom slideshow. Build a custom slideshow by picking the slides you want to run. നമുക്ക് ഏതൊക്കെ സ്ലൈഡ്സിലാണെന്ന് വെച്ചാൽ അത് പിക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യാൻ പറ്റും? അതിന് സ്ലൈഡ് ഷോ. അതിൻ്റെ അകത്തുള്ളതാണ് സെറ്റപ്പ് സ്ലൈഡ് ഷോ. ഇറ്റ് ഹെൽപ്സ് സെറ്റപ്പ് ദി സ്ലൈഡ് ഷോ ഇൻക്ലൂഡിംഗ് ബ്രൗസർ ഓർ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ, ഷോ ഓപ്ഷൻസ് വിത്ത് ഓർ വിത്തൗട്ട് നറേഷൻ, അനിമേഷൻ, പെൻ ആൻഡ് ലേസർ കളർ ഡ്യൂറിംഗ് ദ സ്ലൈഡ് ഷോ ആൻഡ് ദ സ്ലൈഡ്സ് ടു ബി പ്രസൻറ്റഡ് ഡ്യൂറിംഗ് ദ ഷോ. Next one is hide slide. It helps mark or unmark the slide as hidden, so it is skipped or shown during the slideshow respectively. ഇനി അതുപോലെ തന്നെ സെറ്റപ്പിൻ്റെ അകത്തുള്ളതാണ് റിഹേഴ്സ് ടൈമിംഗ്. അലൗസ് യൂസേഴ്സ് ടു റിഹേഴ്സ് ദ ടൈമിംഗ് ഓൺ ഈച്ച് സ്ലൈഡ് ആൻഡ് ദ എൻ്റയർ സ്ലൈഡ് ഷോ. നെക്സ്റ്റ് വൺ ഈസ് റെക്കോർഡ് സ്ലൈഡ് ഷോ. റെക്കോർഡ്സ് ദ സ്ലൈഡ് ഷോ ഇൻക്ലൂഡിംഗ് നറേഷൻ ആൻഡ് അനിമേഷൻ. Next one is slideshow checkboxes. It helps set or avoid the use of narrative audio and rehearsed timings during the show. Display media controls in the slideshow view. Last section is monitors. അതിൻ്റെ അകത്ത് വരുന്നത് മൂന്നെണ്ണമാണ്: റെസല്യൂഷൻ, ഷോ പ്രസൻറ്റേഷൻ ആൻഡ് യൂസ് പ്രസൻറ്റേഷൻ വ്യൂ. Resolution എന്ന് പറഞ്ഞാൽ that defines the resolution in slideshow view. Second one is show presentation. Picks the monitor to display the presentation one in case of multiple monitors. Last one is use presenter view. Run presentation in presenter view rather than just slideshow view. These are the options used in slideshow. Today's question is write the steps for rehearsing slideshow. Second question, write the steps for running a slideshow. First question is write the steps for rehearsing slideshow. Second question, write the steps for running a slideshow.